ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ഇൻസ്റ്റൻറ്റ് പാസ്ത ഉണ്ടാക്കിയാലോ? നോക്കാം. അതിനായിട്ട് ഒരു ചരുവത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം, നമ്മുടെ പാസ്തയുടെ കവറിൻ്റെ പുറത്ത് കാണും ഇത്ര വെള്ളം വേണമെന്നേ. അത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ പാസ്തയെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്നിടവിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കവറിൻ്റെ പുറത്ത് കാണും എത്ര സമയമാണ് അതിനുള്ള വേവ് എന്നുള്ളത്. അത്രയും സമയം നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് തന്നെ വേവും കേട്ടോ. അങ്ങനെ നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കാം, വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ വെള്ളം കളഞ്ഞ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാനോ തവയോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് തീ ഓണാക്കിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റൻറ്റ് പാസ്ത ആയതുകൊണ്ട് സോസിനുള്ള സാധനം കാണും. ആ പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കവറിൻ്റെ പുറത്ത് കാണും എത്രത്തോളം വെള്ളം ഒഴിക്കണം എന്നുള്ളത്. അത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് തിളച്ച് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ അതിലെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ വല്ലതും ചേർക്കണമെങ്കിൽ നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് ചിക്കനും ചെറിയ പീസാക്കി ഇതിനകത്തോട്ട് ചേർക്കാം കേട്ടോ. അങ്ങനെ താണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് സംഭവം റെഡിയായി കേട്ടോ. ചൂടോടെ തന്നെ നമ്മളിത് കഴിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കൂടി ഒന്ന് അറിയിച്ചേക്കണം.